രാജ്യത്ത് ഒരിടത്ത് പോലും നിലവിൽ ഒരു സീറ്റ് പോലുമില്ലാത്ത NCPI എന്ന പാർട്ടിയിലേക്ക് മമതയെ വെട്ടിലാക്കിക്കൊണ്ട് തൃണമൂലിൽ നിന്നും 20 വിമത ലോക്സഭാ എംപിമാർ മാറിയത് വലിയ ഞെട്ടലോടെയാണ് കേട്ടത്. എന്നാൽ ആരാണ് NCPI? കഴിഞ്ഞ ആഴ്ച വരെ ത്രിപുരയ്ക്കും പശ്ചിമ ബംഗാളിന്റെ ചില ഭാഗങ്ങൾക്കും പുറത്ത് വളരെ കുറച്ചുപേർ മാത്രം കേട്ടിട്ടുള്ള ഒരു പേരായിരുന്നു നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് NCPI. എന്നാൽ തൃണമൂൽ കോൺഗ്രസിലെ 20 വിമത എംപിമാർ ഈ പാർട്ടിയിൽ ലയിക്കാൻ തീരുമാനിച്ചതോടെ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികളിൽ ഒന്നിന്റെ കേന്ദ്ര ബിന്ദുവായാണ് വെറും 6 വർഷം മാത്രം പ്രായമുള്ള NCPI മാറിയത്. മുൻ ത്രിപുര മന്ത്രിയും ഗോത്രവർഗ നേതാവുമായ പവൻ കുമാർ ദാസ് 2020-ലാണ് NCPI സ്ഥാപിക്കുന്നത്. ഗോത്രവർഗ ക്ഷേമം, ദേശീയത, ഭരണപരിഷ്കാരങ്ങൾ എന്നിവയിൽ ഊന്നിയുള്ള ഒരു പ്രാദേശിക പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. പശ്ചിമ ബംഗാളിലെ ഹൗറയിലാണ് പാർട്ടിയുടെ ആസ്ഥാനമെങ്കിലും തുടക്കത്തിൽ പാർട്ടിയുടെ അടിത്തറ ത്രിപുരയിലായിരുന്നു. അവിടെ BJPക്കും ഇടതുപക്ഷത്തിനും ബദലായി വളർന്നു വരാൻ പാർട്ടി ശ്രമിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പാർട്ടിക്ക് ഒരു സംസ്ഥാന പാർട്ടിയുടെയോ ദേശീയ പാർട്ടിയുടെയോ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രാദേശിക പാർട്ടിയിൽ നിന്നും പാർലമെന്റിലെ ഒരു പ്രധാന ശക്തിയായി NCPI ഒറ്റ രാത്രി കൊണ്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നത് സംശയകരമാണ്. ഈ നീക്കം തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമാക്കുക മാത്രമല്ല, BJP നയിക്കുന്ന NDAക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ സഖ്യകക്ഷിയെ സമ്മാനിക്കുകയും ചെയ്തു. NCPIയുടെ ഈ വളർച്ച തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. BJP നയിക്കുന്ന NDAയെ സംബന്ധിച്ചിടത്തോളം 20 മുൻ തൃണമൂൽ എംപിമാരുടെ വരവ് കിഴക്കൻ ഇന്ത്യയിലെ തങ്ങളുടെ പ്രധാന എതിരാളികളിൽ ഒരാളെ ദുർബലപ്പെടുത്താനുള്ള വലിയൊരു രാഷ്ട്രീയ നേട്ടമായാണ് BJP കാണുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയിലെ ഭിന്നത എത്രത്തോളം വലുതാണെന്നും സംഘടനയ്ക്ക് മേലുള്ള തന്റെ നിയന്ത്രണം എത്രത്തോളം വെല്ലുവിളി നേരിട്ടിട്ടുണ്ടെന്നും കൈവിട്ടു പോയിട്ടുണ്ടെന്നും ഈ സംഭവം തെളിയിക്കുകയാണ്.